അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് കാലമായാലേ ഞാൻ വ്ളോഗൊക്കെ ഇട്ടിട്ട് കുറച്ചധികം ബിസി ആയിരുന്നു. പിന്നെ ഹോസ്പിറ്റൽ കേസ് അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഇപ്പോൾ ഒന്ന് സെറ്റായി മെൻ്റലി ഒക്കെ ഒന്ന് ഓക്കെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ അതിൻ്റെ ഇടയിൽ നമ്മൾ നനച്ചുകൂലി പരിപാടികളൊക്കെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് വ്ളോഗ് എടുക്കാനൊന്നും പറ്റിയില്ല. ഇനി ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്, ആ സമയത്ത് എടുക്കുക. ഹെവി വർക്കുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഹെവി വർക്കൊക്കെ വ്ളോഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തല കറക്കം വരും. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ വ്ളോഗ് എടുക്കുന്നത്. പിന്നെ വ്ളോഗ് എടുത്തു കഴിഞ്ഞാൽ പകുതി പണി അവിടെ ഇതാവും ചെയ്തു. നമ്മുടെ ചേച്ചിമാരെന്നെ വന്നിട്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്തതാണ് ഫസ്റ്റ് തന്നെ നനച്ചുള്ളി പരിപാടി തീർക്കണം എന്നുള്ളത്. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എൻഡിൽ വെച്ചപ്പോഴേ നമുക്കത് സമയമേ തികയുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് നോമ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ സമയം കിട്ടിയില്ല. ഷോപ്പിങ്ങിനൊക്കെ ധൃതി പിടിച്ച് പോയ പോലെ ഇരുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ വേഗം തന്നെ നനച്ചുള്ളി പരിപാടി അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നോമ്പിന് തലേ ദിവസം ജസ്റ്റ് വേണമെങ്കിൽ മാറാലേക്ക് തട്ടി സിറ്റൗട്ടൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് കഴുകി അങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ. ബാക്കി ഹെവി വർക്കുകളൊക്കെ തീർന്നു കഴിഞ്ഞു. അതായത് ജനലിൻ്റെ കമ്പികൾ നേരാക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. മൊത്തത്തിൽ വീടിൻ്റെ മേലെയൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി മൊത്തത്തിൽ മുറ്റത്തൊക്കെ ഫുള്ള് പുല്ലൊക്കെ വലിച്ച് കംപ്ലീറ്റ് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വാഷിങ്ങിനിട്ട് ചായ കുടിച്ച് ഇനി നമ്മുടെ പരിപാടികളോട്ട് അങ്ങ് കിടക്കുക. നമ്മളെ മിസ് ചെയ്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. കുറേ ദിവസമായില്ലേ നമ്മൾ വ്ളോഗ് ഇട്ടിട്ട്. അതേപോലെ തന്നെ നമ്മുടെ വ്ളോഗ് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഇതാ വേഗം ബെഡൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട് കേട്ടോ. ഇന്നലെ കംപ്ലീറ്റ് മാറ്റി നമ്മൾ ഉള്ളിൽ 2 ദിവസമാണ് കേട്ടോ എടുത്തത്, പുറമേ 2 ദിവസമാണ് കേട്ടോ എടുത്തത്. പുറമേ മീൻസ് വെറും പുല്ല് വലിക്കൽ മാത്രമല്ല, നമ്മുടെ ബാക്ക് സൈഡ് ഫ്രണ്ട് അങ്ങനെ പിന്നെ മേലെ ഭാഗം ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാനും ഒക്കെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ബാത്റൂമുകൾ കഴുകാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം മൊത്തം 4 ദിവസത്തെ പണിയായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എത്ര കൂലി കൊടുക്കാറുള്ളത് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 600 രൂപയാണ് കൂലി ഉള്ളത് ഒരാൾക്ക്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മളിതാ വേഗം അടിച്ചു വാരലും കാര്യങ്ങളും ഇക്കാൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് വാഷിങ്ങിനൊക്കെ ഇട്ട് അതിനൊക്കെ ഒന്ന് കൊണ്ടുവച്ചു. കുറച്ച് വാഷിങ് ചെയ്യേണ്ടാത്ത ഡ്രസ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പെട്ടി കംപ്ലീറ്റ് മടക്കി റൂമിലൊക്കെ ഒന്ന് കൊണ്ടുപോയി വെച്ചത്. അങ്ങനെ നമ്മളിതാ വേഗം അടിച്ചു വാരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ റിഹാന് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അയൻകുട്ടിയാണ് സാധാരണ കടയിലോട്ട് പോവാറ്, ഇപ്രാവശ്യം റിഹാൻ പോയി. പിന്നെ ഇതാ വേഗം ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. കുറച്ചധികം തടിച്ചിട്ടുണ്ട്, നോമ്പിന് സെറ്റാക്കാം എന്നുള്ള ഒരു പ്ലാനാണ്. നോമ്പിന് നിങ്ങളൊക്കെ എത്ര കിലോ കുറയാറുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഞാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ 5 മുതൽ 6 കിലോ വരെ ഞാൻ കുറയാറുണ്ട്. നമ്മൾ എണ്ണ പലഹാരം മധുരം കംപ്ലീറ്റ് ഞാൻ ഒഴിവാക്കും. ജ്യൂസൊന്നും ഞാൻ കുടിക്കാറില്ല കേട്ടോ നോമ്പ് സമയത്ത്. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് ഒന്നും നടക്കൂല എന്ന് പറയണ പോലെയാണോ അവസ്ഥ എന്നറിയില്ല. ഞാൻ മധുരം എണ്ണ പലഹാരം നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ നോമ്പിന് 6 കിലോ വരെ ഞാൻ കുറയാറുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ എണ്ണ പലഹാരം കഴിച്ച് മധുരം മാത്രം നിർത്തി കഴിഞ്ഞാൽ ഞാൻ നോമ്പിന് 3 കിലോ ആണ് കേട്ടോ കുറയാറുള്ളത്. നിങ്ങൾ ഇത്രയും പെർഫെക്റ്റ് കണക്കാരുടെങ്കിലും കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉള്ള നോമ്പിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് എല്ലാവരും തടി കൂടാനാണ് അല്ലേ കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പം എന്തായാലും ഹെൽത്തൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. എണ്ണപ്പലഹാരം ഇല്ലാത്തൊരു നോമ്പ് നമുക്ക് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് സമൂസ എനിക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണല്ലോ എല്ലാവരും. നോമ്പ് കഴിഞ്ഞാൽ അതിനോടൊരു ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞൊരു യാത്ര പറച്ചിലുമാണല്ലോ. അപ്പോൾ നമ്മളും അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ മാക്സിമം ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. ഞാനിങ്ങനെ പറയുന്നുണ്ട്, എന്നിട്ട് ഞാൻ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ച തമ്പുരാൻ അറിയാമെന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് വീക്ക് ഞാൻ വന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇന്ന് കുറേ വെള്ളിയും സ്വർണ്ണമൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. സ്വർണ്ണമൊക്കെ വീഴുന്നുണ്ടെങ്കിൽ പിടിച്ചോളൂ. സ്വർണത്തിനൊക്കെ എന്താ വില അല്ലേ. അയ്യോ, രാവിലെ തന്നെ ഇരുന്ന് ചളി അടിക്കുന്നു. ഞാൻ രാവിലെയാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇടയ്ക്ക് നമ്മൾ കുറച്ച് ചളിയൊക്കെ അടിക്കാം അല്ലേ. ഫുള്ള് സീരിയസ് ആയിട്ട് ജീവിച്ചിട്ട് എന്താ കാര്യം. അങ്ങനെ നമ്മൾ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ബ്രെഡ് റെസിപ്പി ഇടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ഇനി ചെയ്യാം കേട്ടോ. പിന്നെ
ஆமா, இப்படி எல்லாம் போடுறதுக்கு வேலை செய்யலாம் நல்லா இதாகுது. அப்ப நம்மளும் இப்படித்தான் செய்யணும், நம்மளும் தெரிஞ்சுக்குவாங்கல்லக்கா. തേങ്ങ പൊളിച്ചോട് തേങ്ങ പൊളിച്ചോട് அம்பி போது கூட சொல்லுதுலக்கா. என்ன அட்டன் சொல்லுது. വീഡിയോ ഉണ്ടെങ്കിൽ அம்மாவுக்கு இப்படி எல்லாம் കേൾക്കാതെ ഇത് വേണ്ട ഇത് എടുത്തിട്ട് ചെറിയ അവൻ വരാൻ വേണ്ടിട്ട് பாத்தீங்களா? അപ്പൊ ഞാൻ അവിടെ വോയിസ് ഇടാൻ കാരണം ഇമാതിരി തമിഴ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഇവിടെ ഉപ്പ പറയേ ഞാൻ പക്ക മലപ്പുറം അല്ലെങ്കിൽ ആ ഭാഗത്തെ ഒരു മലയാളം, മലപ്പുറം എന്ന് പറയാൻ പറ്റില്ല, പക്ക പച്ച മലയാളം, ചേച്ചിയാണെങ്കിൽ പച്ച തമിഴും. എന്നിട്ട് നിങ്ങളെങ്ങനെ ഒത്തുപോകണമെന്ന് ചോദിക്കൂട്ടോ. അങ്ങനെ അങ്ങ് പോകുന്നു. ചില വാക്കുകൾ ചേച്ചി പറയണേ എനിക്ക് മനസ്സിലാവൊന്നുമില്ല. ഞാൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണ കാണുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാവും ഒന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളത്. പിന്നെ അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ തമിഴ് നിങ്ങൾക്കൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇട്ടത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇന്ന് ഞാൻ എഗ്ഗ് ഒന്ന് പുഴുങ്ങാൻ വെച്ചു. പിന്നെ ബനാന ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. പിന്നെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് പുട്ട് കഴിക്കില്ല. അപ്പം എഗ്ഗും ബനാനയും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇക്ക നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. സാറ്റർഡേ എറണാകുളത്തൊക്കെ പോകണം. അങ്ങനെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മളിത് ആ പഴം വേഗം ഒന്ന് പുഴുങ്ങാൻ വേണ്ടി ആവി കയറ്റി എടുക്കുകയാണ്. കുറച്ചും കൂടെ പഴുത്ത് പഴം വേണമായിരുന്നു, പക്ഷേ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാനിതാ ഇവിടെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ കുറച്ച് കറി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എക്സ്ട്രാ കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. തേങ്ങയും പഴവും എഗ്ഗും പിന്നെ അതുപോലെ ഈ ഒരു കറിയും പുട്ടും ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഉപ്പൊക്കെ ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് അടച്ച് വെച്ചു കേട്ടോ. ജസ്റ്റ് കൈ കൊണ്ട് ഒന്നിങ്ങനെ ആക്കി വിട്ടിട്ട് ഇനി ഇച്ചിരി കഴിയുമ്പോൾ അത് കറക്റ്റായി വന്നിട്ടുണ്ടാവും. പിന്നെ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി സെറ്റ് ആവും കേട്ടോ. പിന്നെ അതാ വേഗം തേങ്ങ, നല്ല പച്ച തേങ്ങ വേണമല്ലോ നമുക്ക് പുട്ടിലേക്ക്. പാലുള്ള തേങ്ങയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഇത് ഇപ്പൊ ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്, കാറ്റ് കാരണ തോന്നുന്നു. അങ്ങനെ തേങ്ങ വെള്ളമൊക്കെ അവിടെ നിന്ന് കുടിച്ച ശേഷം ഞാൻ വേഗം ഒന്ന് ചിരവി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം എന്നെ കണ്ടപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളതൊന്നും കമന്റ് ചെയ്യുക. സന്തോഷം തോന്നുന്നുണ്ടോ, സങ്കടം തോന്നുന്നുണ്ടോ, തടിച്ച പോലെ തോന്നുന്നുണ്ടോ, മെലിഞ്ഞ പോലെ തോന്നുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഒന്ന് പറയുക. അങ്ങനെ പഴം വെന്തിട്ടുണ്ട്. ഞാൻ അവിടെ ജസ്റ്റ് അടച്ചു വെക്കുന്നുണ്ട്. പുട്ടും ഇതാ തേങ്ങ ചിരവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുട്ടിന്റെ മാവ് ഇതാ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്ന് സെറ്റാക്കി എടുക്കും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെന്താ ബ്രെഡ് റെസിപ്പി ഇടുമോ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇടാം കേട്ടോ. പിന്നെ റോസിന്റെ ലിക്വിഡ് നല്ലതാണോ ചോദിക്കുന്നുണ്ട്. ഞാൻ വാഷിംഗ് ലിക്വിഡ് ആണോ, നോട്ട് ബാഡ് എന്ന് പറയാം. ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാണ്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ചക്ക കണ്ടിട്ട് കൊതി പിടിപ്പിക്കേണ്ട ജീനി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞു. നമുക്ക് ഫസ്റ്റ് ചക്കയാണ്, അതിന് ശേഷം നമുക്ക് ചക്കയൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ എഗ്ഗ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അതിനെ ഒന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം തിളച്ച വെള്ളം ഇന്ന് കളഞ്ഞിട്ട് പച്ചവെള്ളം ഒഴിക്കും. പിന്നെ ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് വീണ്ടും കുറച്ച് പച്ചവെള്ളം ഒഴിക്കും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലാവരും ഒന്ന് അങ്ങനെ തട്ടി കൊടുത്തിട്ടാണ് പെട്ടെന്ന് പീൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വിനീഗർ ഒഴിക്കുകയാണെങ്കിൽ പൊട്ടുമില്ല കേട്ടോ. അങ്ങനെ എഗ്ഗ് സെറ്റാക്കി, പുട്ടും ദാ ഇവിടെ അങ്ങനെ സെറ്റായി വരുന്നുണ്ട്. പഴം ദാ ഇവിടെ റെഡിയായി എടുക്കുന്നുണ്ട്. പഴം ഒന്ന് എടുത്ത ശേഷം നമ്മളെല്ലാം ഒന്ന് ടേബിളിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നഖം മുറിക്കാൻ നോക്കുന്നു. നമ്മളെപ്പോഴും നഖമൊക്കെ മുറിക്കാറുണ്ട്. നഖം മുറിക്കാണ്ടൊന്നും നമ്മൾ ഇരിക്കാറില്ല. പിന്നെ നഖം വളരുമ്പോഴല്ലേ നഖം മുറിക്കുക. വളരാത്ത നഖം എങ്ങനെ മുറിക്കുന്നു? അപ്പൊ ഒന്ന് വളരുമ്പോൾ ചിലപ്പോൾ വീഡിയോയിൽ നഖമൊക്കെ കാണും. അതൊക്കെ മനുഷ്യ സഹജമല്ലേ. ബ്രദറാണോ സിസ്റ്ററാണോ എനിക്കറിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും നഖമൊക്കെ നമ്മൾ മുറിക്കാറുണ്ട്. പിന്നെ കുറേ പേര് ഹായ് അയച്ചിട്ടുണ്ട്.
എവിടെ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര്. പിന്നെ വെജിറ്റബിൾ ചോപ്പറിന്റെ ലിങ്ക് അയക്കോ ചോദിക്കുന്നുണ്ട്. അത് പ്രീതിയുടെ മിക്സറിന്റെ ഫുഡ് പ്രോസസ്സർ ആണ്, മിക്സിയുടെ കേട്ടോ. അതിന് ലിങ്ക് ഒന്നുമില്ല, ഞാൻ പോയി മേടിച്ചതാണ്, ബിസ്മിന്ന് മേടിച്ചതാണ് കേട്ടോ സംഭവം. അങ്ങനെ ഞങ്ങൾ പോയി കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചായ വെക്കാനുള്ള പുറപ്പാടാണ്. വേഗമൊക്കെ ചായയൊക്കെ ഉണ്ടാക്കി. അതേപോലെ ഒരു പ്രത്യേക ഇഷ്ടമാണ് ജിനിയുടെ വീഡിയോസ് ഒക്കെ കാണാന്. കൺഗ്രാറ്റുലേഷൻ ഡിയർ എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് കൺഗ്രാറ്റുലേഷൻ പറയണത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ സൂപ്പർ നൈസ്, ഇപ്പോൾ ജിമ്മിൽ പോകാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വീണ്ടും തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ലീവ് ആകാറുണ്ട്. അതിപ്പോൾ എനിക്ക് സെറ്റ് ആകാൻ പറ്റുന്നില്ല. എന്തായാലും നോമ്പിന് ഞാൻ മാക്സിമം വെയിറ്റ് ലോസ് ചെയ്യണം വിചാരിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി നോമ്പെടുക്കല്ല, പക്ഷെ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബെനിഫിറ്റ് ആണ് കേട്ടോ ഉള്ളത്. പിന്നെ നോമ്പിന്റെ സമയത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നിസ്കാരം തന്നെ വലിയൊരു വർക്കൗട്ടാണ്. പിന്നെ നമ്മുടെ മെറ്റാബോളിസം കാര്യങ്ങളൊക്കെ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെവി അല്ലാണ്ട് ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഹെവി അല്ലാണ്ട് വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ക്ഷീണം ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് സമയം ഉണ്ടാവില്ല. അതാണ് മെയിൻ ഫാക്ടർ അല്ലെ. സമയം ഉണ്ടാക്കിയിട്ട് പോകുമ്പോൾ നമുക്ക് പകൽ സമയത്ത് ഉണ്ടാവുക. നോമ്പ് വെച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് അത്ര വലിയ ധൈര്യമൊന്നുമില്ല. നോമ്പ് തുറക്കണതിന്റെ മുമ്പ്, അതായത് നോമ്പ് തുറന്നിട്ടോ അല്ലെങ്കിൽ എടുക്കണതിന്റെ മുമ്പേ ആയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ബിരിയാണി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ദിവസം മുന്നേ ഉള്ള ഒരു വ്ലോഗാണ്. കുറെ ദിവസമായില്ലേ നമ്മുടെ ഈ ഒരു ബിരിയാണി. അപ്പൊ കുറച്ച് ദിവസം മുന്നേ ഞാൻ ബിരിയാണി വെച്ചപ്പോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഒത്തിരി ഭയങ്കര അടിപൊളി എന്ന് ഞാൻ പറയുന്നില്ല. എന്താ നെയ്യ് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ നെയ്യ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ നെയ്യ് സെയിൽ ചെയ്യാൻ എനിക്കൊരു പ്ലാൻ ഉണ്ട്. വേണ്ടവരെന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കാം, അതിൽ വിളിച്ചൊന്ന് ഓർഡർ ചെയ്താൽ മതി കേട്ടോ. നമ്മളുടെ പാക്കേജിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം നമ്മളപ്പോൾ വാട്സപ്പ് ചെയ്യാം. എനിക്ക് നല്ലൊരു ആഗ്രഹമുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ സെയിൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്കത് കണ്ടിന്യൂ ചെയ്തിട്ട് പോകാം. ഇനിയിപ്പോൾ നമ്പർ കൊടുക്കാൻ ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് വഴി എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പം ഞാൻ എന്തായാലും അയച്ചു തരാം നമ്പറും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. നമ്പറിലോട്ട് നല്ല നല്ല മെസ്സേജ് അയക്കുകയാണെങ്കിൽ മാത്രം, ഓർഡർ ചെയ്യാൻ മാത്രം മെസ്സേജ് അയക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിത് പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ, നമ്പർ കൊടുക്കത്തുള്ളൂ. നമ്പർ ഉണ്ടെന്നും പറഞ്ഞിട്ട് നെഗറ്റീവായിട്ടുള്ള മെസ്സേജസും കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ അലോ ചെയ്യുന്നതായിരിക്കില്ല. നോട്ട് ദ പോയിന്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വല്ലതും അയച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അത് സോഷ്യൽ മീഡിയ വഴി പബ്ലിക് ആക്കുന്നതായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ മെസ്സേജ് ആക്കുക. അപ്പം നമ്മൾ ഗീ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ കുറേ അനുഭവങ്ങൾ നടക്കുന്നത് ഞാൻ പല ലേഡീസിൻ്റെ ഇതിലും കണ്ടിട്ടുണ്ട്. സിലോ ടോക്സ് ഒക്കെ ഒത്തിരി ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണല്ലോ. അവരൊക്കെ ആരുടെങ്കിലും നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പല രീതിയിലും വൃത്തികെട്ട മെസ്സേജുകളൊക്കെ അയക്കുന്ന കുറേ ആൾക്കാരെ അവരെന്നെ പബ്ലിക്കിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം എൻ്റെ പേജിൽ വരരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാന്യമായിട്ടുള്ള രീതിയിൽ നമ്മളോട് ഗീ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് ആക്കിയാൽ മതി. അല്ലാത്ത മെസ്സേജുകളൊന്നും ആവശ്യമില്ല കേട്ടോ. ബിസിനസ്സിന്റെ മൈൻഡിൽ തന്നെ എടുക്കാനാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ ആ നെയ്യ് എടുത്തത് വെച്ച് നമ്മൾ ഇവിടെ നല്ലൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത്രയും അടിപൊളി നെയ്യ് എവിടുന്ന് കിട്ടാനാ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇതാ വേഗം ഞാനിവിടെ പട്ടഗ്രാമ്പ് ഏലക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയുള്ളി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർഡറിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുള്ളൂ. അതുകൊണ്ട് ഓർഡർ നിർബന്ധമായിട്ടും, അതായത് ഞാനൊരു കേക്കിന്റെ ബിസിനസ് ഇതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓർഡർ തന്ന് പറ്റിക്കുന്ന ഒരു സംഭവത്തിൽ എത്തിയപ്പോൾ ഞാനത് നിർത്തി. അതുകൊണ്ട് എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മളിങ്ങനെ പറ്റിക്കപ്പെടുന്നത് അത്ര നല്ല സംഭവം അല്ലല്ലോ, നമുക്ക് ഒത്തിരി നഷ്ടം വരുന്ന കാര്യമല്ലേ. അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഒന്നും ഇതിൽ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത്. നിങ്ങളുടെ ഓർഡർ തന്ന് നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു സംഭവം നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുള്ളൂ. കാരണം
ഞാനിപ്പോൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് അയച്ചു തരുന്നുണ്ട്, അതിനുശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതേ ട്രസ്റ്റ് തന്നെയാണ് എനിക്ക് നിങ്ങൾ പേയ്മെൻറ്റ് തന്നിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ഓപ്ഷനെ എടുക്കുള്ളൂ, പേയ്മെൻറ്റ് തന്ന ശേഷം പ്രോഡക്റ്റ് അയച്ചു തരുന്നത് കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നത്. കാരണം ബിസിനസ് ചെയ്യുന്ന ഒത്തിരി പേരെ ആൾക്കാർ പറ്റിക്കാറുണ്ട്, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ സാധാരണക്കാരനെ ആൾക്കാരെ പറ്റിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ആ ഒരു ട്രസ്റ്റിന്റെ പേരിൽ മാത്രം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹമുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എത്ര ഓർഡർ കിട്ടുന്നുണ്ടോ എന്നതിനനുസരിച്ച് മാത്രമാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ കേട്ടോ. ചെറിയ ചെറിയ ഓർഡറൊക്കെ ആണെങ്കിലും നമുക്കത് ശരിയാവില്ല, അതുകൊണ്ടും കൂടിയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോയിൽ ഇത് മെൻഷൻ ചെയ്യാം. കാരണം നമ്മളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോം തന്നെയല്ലേ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഗീ ആണ്. 100% യാതൊരു കെമിക്കൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ നെയ്യിൽ. അങ്ങനെ നമ്മളിത് വേഗം എന്താ പറയുക, ബിരിയാണിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതെങ്ങനെ ജിനിത്ത എല്ലാം കൂടെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ചിലപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ ഒത്തിരി ഒന്നും ചിന്തിക്കുന്നില്ല, കാരണം എല്ലാം വരുന്ന വഴി കാണാമെന്ന് ആണിപ്പോൾ. കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരുപാട് ആലോചിച്ച് കഴിഞ്ഞാൽ ആ കാര്യത്തിലോട്ട് നമ്മൾ ഇറങ്ങൂല, അത് വേറെ കാര്യം. ചെറുതായിട്ട് എന്നെക്കൊണ്ട് ഇത് പറ്റും, ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമാണ് എന്ന് നമ്മളൊരു 50% ഒക്കെ നമുക്കൊരു മൈൻഡിലൊരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇറങ്ങാൻ പറ്റും കേട്ടോ. നിങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കുക, വിജയിക്കും. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ചാനൽ തുടങ്ങാൻ തന്നെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാൻ ഇതിൽ ഇങ്ങനെ ഒരുപാട് റെസിപ്പിയും കാര്യങ്ങളും പറയുന്നില്ല, കാരണം എപ്പോഴും പറഞ്ഞിട്ട് ഉള്ളൊരു സംഭവമാണല്ലോ. അതുകൊണ്ട് പിന്നെ 2 കിലോ റൈസാണ് കേട്ടോ ഞാൻ ഇവിടെ വെക്കണത്. ഇനിയിപ്പോ നാളെ നമുക്കൊരു വിരുന്നുണ്ട്, അപ്പോഴും നമുക്ക് ബിരിയാണി വെക്കണം. ഇവിടെ മലപ്പുറം ബിരിയാണി അല്ലെങ്കിൽ കോഴിക്കോടൻ ബിരിയാണി ഒന്നും വെച്ചിട്ട് പരീക്ഷിക്കാൻ എനിക്കൊരു പേടിയാണ്, കാരണം വരുന്നവർക്ക് അത് പറ്റുമോ എന്നുള്ളത് അറിയില്ല. അപ്പൊ ദാ വേഗം ബിരിയാണിയൊക്കെ സെറ്റാക്കി ദമ്മിടാനുള്ള പരിപാടിയാണ്. പലപ്പോഴും നമ്മുടെ ഈ ഭാഗത്തുള്ളവർക്ക് അവിടുത്തെ ബിരിയാണിയും ആ ഭാഗത്തുള്ളവർക്ക് ഇവിടുത്തെ ബിരിയാണിയും പറ്റാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷേ നമ്മുടെ മലപ്പുറം സൈഡിലുള്ള ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ കപ്സ, മന്തി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് ഈ ബിരിയാണി അവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ അത്ര വലിയ പ്രോബ്ലം ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് അവിടുത്തെ ബിരിയാണി കഴിക്കുമ്പോൾ ഒരു നെയ്ച്ചോറ് ഫീലാണെന്നുള്ളത് അവരെപ്പോഴും പറയുന്ന ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലായിടത്തെ ഫുഡ് എല്ലാവരും കഴിച്ച് ലൈഫൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് അല്ലേ സംഗതി സെറ്റാക്കുക. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും പറയണ്ടല്ലോ, ഗീൻ്റെ ഓർഡർ നമ്മൾ എടുക്കുന്നതായിരിക്കും. കോണ്ടാക്ട് ചെയ്യുക. ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയൊരു സോയ ഫ്രൈൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചൊരു വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെയാണ് എക്സ്ട്രാ ഒന്നും റെസിപ്പി കാര്യങ്ങളൊന്നും പറയാത്തത്. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ വോയിസ് ഓവർ കൊടുത്തപ്പോൾ അതിൽ കുറേ കോമഡി കമൻറ്റ് ഉണ്ട് കേട്ടോ. ഉറക്കം തൂങ്ങിയാണ് വോയിസ് ഓവർ കൊടുത്തത്, അതിലും വലിയ കള്ള് കുടിച്ചിട്ടാണോ വോയിസ് ഓവർ കൊടുത്തത് എന്ന്, കള്ളിൻ്റെ ടേസ്റ്റ് പോലും അറിയാത്ത എന്നോട് കള്ള് കുടിച്ചിട്ടാണോ വോയിസ് ഓവർ കൊടുക്കണത് എന്നുണ്ട്. ഹായ് ജിനി, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ സംഭവം പറഞ്ഞാൽ ഉറക്കം തൂങ്ങിയിട്ടാട്ടോ ഞാനന്ന് വോയിസ് ഓവർ കൊടുത്തത്. ഭയങ്കര ക്ഷീണമായിരുന്നു. പക്ഷേ വീഡിയോ ഇടണ്ടേന്നും പറഞ്ഞിട്ട് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ചെയ്യൂലേ, അങ്ങനത്തെ ഒരു സംഭവം ചെയ്ത് പോയതാണ്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ അവസരങ്ങളിൽ വീഡിയോ ഇടാണ്ടിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരും. പിന്നെ ചോറ് വയ്ക്കുന്ന കുക്കർ മാറ്റിയോ ചോദിക്കുന്നുണ്ട്. ഇല്ല മുത്തേ, അതേ തന്നെ. ചിലപ്പോൾ വലുത് വെക്കും, ചിലപ്പോൾ ചെറുത് വെക്കും. അങ്ങനെയൊക്കെയാണ്. നിങ്ങളുടെ നനച്ചുള്ളി പരിപാടികളും നോമ്പിനെ വരവേൽക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉണ്ടോ കഴിഞ്ഞോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല എവിടം വരെത്തി, എങ്ങനെയാണ്, പുതിയ റെസിപ്പികൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക കമൻറ്റ് ബോക്സ് വഴി. ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ഞാൻ എന്തായാലും നല്ല നല്ല റെസിപ്പികളും കാര്യങ്ങളൊക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കട്ട്ലറ്റും സമൂസയും ഇല്ലാത്തൊരു നോമ്പ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ കീറദോശ ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് കമൻ്റ് അതിൽ വന്നിട്ടുണ്ട്. ഓയില് കൂടി, ഓയിൽ ചട്ടിയിൽ പുരട്ടണം, അങ്ങനെ പല കമൻസ് ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. തീ
കൺട്രോൾ ചെയ്ത് എനിക്ക് എപ്പോഴും ഉണ്ടല്ലോ ആ ഒരു സംഭവം ശരിയാവൂല. അതെന്താന്ന് തന്നെ എനിക്കറിയില്ല. ചില ആൾക്കാർ പറയുന്നുണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നീർദോശ അടിപൊളിയാവും. നമ്മുടെ മലപ്പുറം സൈഡിൽ കലക്കി ചുട്ടപ്പം, കലക്കി പാർന്നപ്പം അങ്ങനെയൊക്കെ പറയും. ഇവിടെ മോനിട്ട പേര് കീറദോശ, പിന്നെ ഈ ഭാഗത്തേക്ക് നീർദോശ എന്ന് പറയും. അങ്ങനെ പലതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചധികം ക്ഷമ വേണം അല്ലേ അതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇനിയും അതൊന്നും കൂടി ട്രൈ ചെയ്തിട്ട് നിങ്ങളെ മുന്നിലോട്ട് നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരും. പിന്നെ അന്ന് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയല്ല എടുത്തത്, അതും വലിയൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഗീൻ്റെ കാര്യങ്ങൾ എപ്പോഴും മൈൻഡിൽ തന്നെ ഉണ്ടാവാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ബൈ.